കർത്താവിന് പ്രിയപ്പെട്ടവരെ, നമ്മൾ 24-ാം അധ്യായം ഒക്കെ പഠിച്ചു. അടുത്ത ഇന്ന് 25-ാം അധ്യായമാണ് എടുക്കുന്നത്. ഉൽപ്പത്തിയുടെ 25-ാം അധ്യായം. അതിൽ അബ്രഹാത്തിൻ്റെ സന്തതികളെ പറ്റി പറയുന്നുണ്ട്. അബ്രഹാത്തിൻ്റെ സന്തതികൾ നമ്മൾ കാണുന്നത് ഏതാണ്ട് 10 പേരുണ്ട്. അതെങ്ങനെ ആണ്? ഒന്ന്, ഏറ്റവും ആദ്യം ഉണ്ടായത് ഹാഗാർ. പിന്നെ അബ്രഹാമിൻ്റെ ഔദ്യോഗിക ഭാര്യയിൽ സാറായിലുണ്ടായത് വാഗ്ദത്ത പ്രകാരമുള്ള സന്തതി ജനിക്കുന്ന ഇസഹാക്ക്. 2, പിന്നെ അബ്രാഹാം കെത്തൂറ എന്നുള്ള സ്ത്രീയെ വിവാഹം കഴിച്ചിരുന്നു. അപ്പോൾ കെത്തൂറ എന്നു പേരായ സ്ത്രീയെ വിവാഹം കഴിച്ചു. അവരിൽ 6 പേര് അവരിൽ കാണുന്നു. പിന്നെ അപ്പോൾ 6, 2, 8. പിന്നെ ഉപനാരികളുണ്ടായിരുന്നു. ഉപനാരികളിൽ സന്താനങ്ങളുണ്ടായി. അങ്ങനെ അബ്രഹാത്തിന് ദൈവം അനുവദിച്ചത് ഒരാളാണ്. കൂടാതെ ഇങ്ങനെ എല്ലാം കൂടെ 10-11 മക്കളുണ്ട്. അപ്പോൾ അതാണ് അബ്രഹാത്തിൻ്റെ സന്തതികളെ പറ്റി ഇവിടെ പറയുന്നത്. അപ്പം അബ്രഹാം ഒരു കാര്യം ചെയ്തു. മരിക്കുന്നതിന് മുൻപ് തന്നെ ഇസ്ഹാക്കിനെ ഔദ്യോഗിക പ്രകാരമുള്ള ദൈവത്തിൻ്റെ വാഗ്ദാന പ്രകാരമുള്ള സന്തതിയായ ഇസ്ഹാക്കിനെ ഇവരൊന്നും ബാധിക്കരുത്. അവരൊക്കെ ദൂരെ, എല്ലാവരും തന്നെ സഹോദരങ്ങൾ ദൂരെ കഴിയുമ്പോൾ ആ സ്നേഹവും കരുതലും എല്ലാം പരിഗണനയും എല്ലാം അവിടെ എപ്പോഴും ഉണ്ടായിരിക്കുക, നിലനിൽക്കും. അതാണ് ഇവിടെ കാണാൻ നമ്മൾക്ക് കഴിയുന്നത്. അബ്രഹാത്തിൻ്റെ ഈ ഭാഗങ്ങളൊക്കെ നമ്മൾ കാണുമ്പോൾ നമ്മുടെ ജീവിതത്തിലും അങ്ങനെയാണല്ലോ. അടുത്തടുത്ത് താമസിക്കുമ്പോൾ ചിലപ്പോൾ അസ്വാരസ്യങ്ങളും കുഴപ്പങ്ങളും ഒക്കെ ഉണ്ടാകാനൊക്കെ സാധ്യതയുണ്ട്. എന്നേക്കുമായിട്ടുള്ള വിരോധത്തിനും അത് കാരണമാകും. അങ്ങനെ ഒരു കാര്യങ്ങൾ ഇതിനകത്ത് നിന്ന് നമ്മൾ മനസ്സിലാക്കണം. അബ്രഹാം എന്ത് ചെയ്തു? മരിക്കുന്നതിന് മുൻപ് ഈ മക്കളെയെല്ലാം ദൂരദേശങ്ങളിലേക്ക് അയച്ചു. അതായത് കെത്തൂറായിലും ഉപനാരികളിലും ഉണ്ടായ മക്കളെയെല്ലാം അങ്ങ് കിഴക്കൻ ദേശത്തേക്ക്, ഇസ്രായേലിലെ കാനാൻ ദേശത്തിൻ്റെ കിഴക്കൻ ഭാഗത്തേക്ക് അയച്ചു. ഇസ്മായിൽ മരുഭൂപ്രദേശത്ത് പടിഞ്ഞാറൻ ഭാഗത്ത് ഈജിപ്തിനോട് ഒക്കെ അടുത്ത്, പിന്നെ അറേബ്യ തെക്ക് വശം അറേബ്യ ഭാഗത്ത് അങ്ങോട്ടുള്ള മരുഭൂമി പ്രദേശങ്ങൾ, പലസ്തീനയുടെ ആ ഭാഗങ്ങളിലോട്ടെല്ലാം ഇസ്മായിലും ആയിരുന്നു നേരത്തെ തന്നെ. അപ്പോൾ ഈ ഇസ്ഹാക്ക് ഇനി ഒരു ബാധ്യത, ഒരു പ്രതിബദ്ധത ഉണ്ടാകരുത്, നീരസമുണ്ടാകരുത്. ആ ഇസ്ഹാക്കിനോട് അവർക്കാർക്കും ഇസ്ഹാക്കിനും തിരിച്ചും ഉണ്ടാകാൻ പാടില്ല. അവരൊക്കെ എപ്പോഴും നല്ല സഹോദരങ്ങളായിട്ട് നല്ല ബന്ധത്തിൽ ദൈവത്തിൽ അവരായിരിക്കണം. അതാണ് അബ്രഹാം ചെയ്ത് കെത്തൂറായിലും ഉപനാരികളുണ്ടായ സന്താനങ്ങളെ കാനാൻ ദേശത്തിനുമൊക്കെ കിഴക്കൻ പ്രദേശത്തോട്ട് അയച്ചത്. അപ്പോഴിവിടെ അടുത്തത് അബ്രഹാത്തിൻ്റെ മരണത്തെപ്പറ്റി ഇവിടെ പ്രതിപാദിക്കുന്നുണ്ട്. പിന്നെ പ്രതിപാദിക്കുന്നത് അബ്രഹാത്തിൻ്റെ ആയുഷ്കാലം 175 വർഷമായിരുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ തൻ്റെ വർഷങ്ങളൊക്കെ, ജീവിത വർഷങ്ങൾ പൂർത്തിയായപ്പോൾ തികഞ്ഞ വാർദ്ധക്യത്തിൽ അബ്രാഹാം അന്ത്യശ്വാസം വലിക്കുകയും തൻ്റെ ജനത്തോട് ചേരുകയും ചെയ്തു. അപ്പോൾ അന്നത്തെ ജീവിതത്തിൻ്റെ ആയുസ്സിൻ്റെ ഇതനുസരിച്ച് 100 വർഷം എന്നൊക്കെ, 100 വയസ്സെന്നൊക്കെ പറയുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. ബലവും ആരോഗ്യവും ഒക്കെ ഉണ്ട്. പിന്നെയും മക്കളുണ്ടായല്ലോ. ദൈവം കൊടുത്ത സന്താനം അല്ലാതെ പിന്നെയും മക്കളൊക്കെ ഉണ്ടായി. അപ്പോൾ ഈ 176 വർഷങ്ങളൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ അവിടുന്ന് 175 വർഷം അബ്രഹാം ജീവിച്ചിരുന്നത്. അപ്പോൾ അതിനോടടുത്തുള്ള സമയങ്ങളൊക്കെ ആകുമ്പോഴാണ് തീരെ വാർദ്ധക്യം എന്നാണ് പറഞ്ഞത്. തികഞ്ഞ വാർദ്ധക്യത്തിൽ അന്ത്യശ്വാസം വലിക്കുകയും തൻ്റെ ജനത്തോട് ചേരുകയും ചെയ്തു. മക്കളായ ഇസ്ഹാക്കും ഇസ്മായിലും മാമ്രയുടെ എതിർവശത്തെ സോഹാർ എന്ന ഹിത്യൻ്റെ മകനായ എഫ്രോൻ്റെ വകയായിരുന്ന മക്പെല ഗുഹയിൽ അവനെ അടക്കി. അപ്പോൾ ഈ മക്പെല ഗുഹ നമ്മൾ നേരത്തെ കണ്ടു. സാറായെ അടക്കുന്നതിന് വേണ്ടി ശ്മശാന ഭൂമിയായിട്ട് അവിടുന്ന് വിലയ്ക്ക് വാങ്ങിച്ചതാണ് എഫ്രോൻ്റെ കയ്യിൽ നിന്ന്.
അങ്ങനെ വിലയ്ക്ക് വാങ്ങിച്ചു. അത് ഔദാര്യമായിട്ട് കൊടുത്തു. അവരത് പറഞ്ഞു, അബ്രാഹാം അവിടുന്ന് ഞങ്ങളുടെ ഇടയിലെ വലിയ പ്രഭുവാണ്, ശക്തനായ പ്രഭുവാണ്, അതുകൊണ്ട് അവിടുന്ന് അതിന് വിലയൊന്നും തരണ്ട, ഞങ്ങളുടെ കടമയാണ് അത് ദാനമായിട്ട് ചെയ്യേണ്ടതെന്ന്. പ്രിയപ്പെട്ടവരെ, അത് അബ്രഹാം എന്ത് ചെയ്തു? എനിക്ക് ദാനമായിട്ട് വേണ്ട, അത് ഞാൻ അതിന് വില തരാം, ആ വില എന്താണെന്ന് അത് തന്ന് തീർക്കാം. അപ്പോൾ ഇത്രയും വിലയേ ഉള്ളെന്ന് അവർ പറയുന്നു. ആ വില അനുസരിച്ച് അവിടുന്ന് വാങ്ങിച്ച് അബ്രഹാം വാങ്ങിച്ചു. അപ്പോൾ എന്താണ് അത് കാര്യം? ഔദാര്യമായിട്ട് അത് പിന്നീട് പലപ്പോഴും കാണുന്നുണ്ട്. ദാവീദും അതുപോലെ തന്നെയാണ്, ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ദാവീദും ദൈവത്തിന് ബലി അർപ്പിക്കാനായിട്ട് ആയപ്പോൾ അവിടുന്ന് ആർനോൻ്റെ മെതിക്കളത്തിൽ ആയിരിക്കുമ്പോൾ അവിടുത്തെ ആ ആർനോൻ്റെ വകയായ വസ്തു വയൽ വിലയ്ക്ക് ചോദിച്ചു, ആ സ്ഥലം, ഭൂമി വിലയ്ക്ക് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, വേണ്ട, ഞാൻ വിലയൊന്നും അവിടുത്തോടെ രാജാവിനോട് ഞാൻ വില വാങ്ങുന്നത് ശരിയല്ല, അതുകൊണ്ട് അടക്കിക്കോ. അത് ഇവിടെ അല്ല, ഇവിടെ ബലിയർപ്പിക്കാൻ ആ സ്ഥലം ബലിയർപ്പിച്ചു. എൻ്റെ വണ്ടിയും കാളയും എല്ലാം എടുത്തു, വണ്ടി വിറകിനും കാളയെ ബലി വസ്തുക്കളുമായിട്ട് സ്വീകരിക്കാം. പക്ഷേ അബ്രഹാം അതൊന്നും ദാനമായിട്ട് കിട്ടിയത് സ്വീകരിച്ചില്ല. അത് കർത്താവിന് കൊടുക്കുമ്പോൾ മറ്റുള്ളവരുടെ ദാനം വാങ്ങിച്ചല്ല നമ്മൾ ചെയ്യേണ്ടുന്നത് എന്നുള്ളതാണ് ഒരു പാഠമാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ കർത്താവിന് കൊടുക്കുമ്പോൾ മറ്റുള്ളവരുടെ ദാനം വാങ്ങിച്ച് അവരെ കൊണ്ട് അവരുടെ ദൈവത്തിന് ഞാൻ കൊടുത്തതാണ് എന്ന് വരുത്തരുത്. അപ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ദൈവത്തിന് നമ്മൾ മറ്റുള്ളവരുടെ ദാനം വാങ്ങിച്ച് നമ്മൾ കൊടുത്തു എന്ന് ആരെ കൊണ്ടും പറയിക്കാൻ ഇടയാകരുത്. അതാണ് ഇവിടെ പറയുക. പക്ഷേ നമ്മൾ ഇന്ന് പലപ്പോഴും മറക്കുന്നു. ദൈവാലയത്തിന് പലപ്പോഴും പല നേർച്ചകളും കാഴ്ചകളും പല വസ്തുക്കളും എല്ലാം കൊടുത്തിട്ട് അത് എൻ്റെ വകയാണെന്ന് നിസാര വസ്തുക്കൾക്ക് പോലും പേരും അഡ്രസ്സും എഴുതി വയ്ക്കുന്നുണ്ട് ദൈവത്തിന് കൊടുത്തിട്ട്. അത് ദൈവാലയത്തിൽ കൊണ്ടുവന്നാൽ അത് ദൈവത്തിൻ്റെ വകയാണ്. പിന്നെ നിനക്കെന്താ നമ്മൾക്കെന്താ അധികാരം? നമുക്കല്ല അധികാരം, അത് ദൈവത്തിൻ്റെ വകയാണ്. ഇപ്പോൾ ആഹാര സാധനങ്ങൾ ചിലപ്പോൾ നമ്മൾ ദൈവാലയത്തിന് നടത്തുന്നു. അത് പിന്നെ ദൈവാലയത്തിന് അത് നേർന്നു കഴിഞ്ഞ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ ആരുടെ വകയാണ്? പിന്നെ എന്തിനാ സ്വന്തം വകയെന്നും കൊണ്ട് അതിനകത്ത് കൈയിട്ട് വരാനും എടുക്കാനും ഒന്നും ആർക്കും അവകാശമില്ല. അത് ദൈവത്തിൻ്റെ വകയാണ്, അത് ദൈവത്തിന് കൊടുത്തതാണ്. അപ്പോൾ ദൈവജനത്തിന് അത് തുല്യമായിട്ട് എല്ലാവർക്കും, ആവശ്യക്കാർക്കെല്ലാം വീതിച്ച് അവിടെ തീർക്കേണ്ടുന്നതാണ്. പിന്നെ മറ്റ് വസ്തുക്കൾ ദൈവാലയത്തിൽ വയ്ക്കാൻ കൊടുത്തെങ്കിൽ, ദൈവാലയ ആവശ്യത്തിന് കൊടുത്തെങ്കിൽ അത് ദൈവാലയത്തിൻ്റെ വകയാണ്. ഇന്നാര് തന്നത് അതിനകത്ത് പേരൊന്നും ലിഖിതങ്ങളൊന്നും പാടില്ല. പക്ഷെ നമ്മൾ പലപ്പോഴും മറക്കുന്നത് ഇതാണ്, നമ്മൾ അതെല്ലാം മറന്നു പോകുന്നു. അത് ചെയ്യരുതാത്തതാണെന്നുള്ളത് നമ്മൾ അറിയുന്നില്ല. ലിഖിതങ്ങൾ എൻ്റെ വക ഞാൻ കൊടുത്തിട്ട് എൻ്റെ വകയാണെന്ന് ഞാൻ എൻ്റെ പേരും അഡ്രസ്സും ഒക്കെ എഴുതി കൊത്തി വെച്ചാൽ പിന്നെ എന്തിനാണ് ദൈവത്തിന് കൊടുത്ത്? ദൈവത്തെ അവഹേളിക്കുകയാണ് അതൊക്കെ. അപ്പോൾ അങ്ങനെ വാങ്ങിച്ച് വയലിലെ ഗുഹയിൽ സാറായെ അടക്കി, ഇപ്പോൾ അബ്രഹാമിനെ അടക്കി. ഇവിടെ അബ്രഹാമിനെ അടക്കുമ്പോഴും നമ്മൾ കാണുന്നുണ്ട് ഈ അബ്രഹാമും ആരൊക്കെയാണ് അവിടെ അടക്കിയ അബ്രഹാത്തിൻ്റെ ഇവിടെ അബ്രഹാത്തിനെ അടക്കുന്നതിന് ഇസ്മായിലും കൂടെ വന്നു. മക്കളായ 25-ാം അധ്യായത്തിലെ 9-ാം വാക്യത്തിൽ മക്കളായ ഇസ്ഹാക്കും ഇസ്മായിലും കൂടെയാണ് വന്നടക്കിയത്. അപ്പോൾ അവരൊക്കെ തമ്മിൽ 100-200 കിലോമീറ്ററൊക്കെ ദൂരമുണ്ട്. അപ്പോൾ ആ ഇസ്മായിലുമായിട്ട്, എന്നിട്ട് അവിടുന്ന് അങ്ങനെ പിണങ്ങിപ്പോയ ആൾ അല്ലെങ്കിൽ പുറത്താക്കിയ ആളാണ് എന്നും പറഞ്ഞ്, അബ്രഹാമിൻ്റെ സ്നേഹമൊക്കെ ഉണ്ടായിരുന്നു എന്നും പറഞ്ഞ് അവരാരും അകന്നില്ല. അതാണ് ദൂരെ ആയിരുന്നപ്പോൾ ഉള്ള ആ സ്നേഹം അടുത്തായിരുന്നപ്പോഴും ഉള്ളതുപോലെ തന്നെ ആദ്യകാലത്തുള്ള സ്നേഹം തന്നെ നിലനിന്നു. പിന്നെ മറ്റൊന്ന് ഇതിനകത്ത് പറയാനുള്ളത്, മരണത്തിൽ എത്രയായാലും ആരും വൈരാഗ്യവും വിരോധവും ആരോടായാലും. അവിടെ ഏതായാലും നമ്മളുമായിട്ട് എത്ര ശത്രുതയിലുള്ളവരായാലും ഒരു മരണം നടന്നു കഴിഞ്ഞാൽ അവിടെ പോവുകയും വരികയും നമ്മൾ പ്രാർത്ഥിക്കുകയും അതിൽ പങ്കെടുക്കുകയും സംസ്കാരത്തിൽ പങ്കെടുക്കുകയും ചെയ്യണം. അവിടെ ദൈവത്തിൻ്റെ മുൻപിൽ എല്ലാം നമ്മളവിടെ വിരോധം കാണിക്കും. പിന്നെ അത് ദൈവത്തിൻ്റെ വിധി സ്ഥലമാണ്. മരണശേഷം നടക്കുന്ന ആ സ്ഥലങ്ങൾ, ശുശ്രൂഷകൾ, അടക്ക സ്ഥലമൊക്കെ അത് അവിടെ നമ്മൾ വിരോധം വെച്ച് പുലർത്തിക്കൊണ്ട് കാര്യമില്ല. അപ്പോൾ അത് നമ്മൾ അവിടെ വെച്ച് ഉപേക്ഷിക്കണം. അവിടെ പോവുകയും അതിൽ പങ്കെടുക്കുകയും ചെയ്യണം. അതാണ് ഇവിടെ കാണുന്നത്. ഇനിയിപ്പോൾ ഇസ്ഹാക്കിൻ്റെ മരണത്തിലും ഇത് നമുക്ക് കാണാം. അപ്പോൾ ഇസ്മായിലിൻ്റെ
അടുത്തത് അവർ എല്ലാവരും കൂടെ ഒരുമിച്ച് സന്തോഷത്തോടെ അവർ ആ മംഗളകർമ്മം ആ സംസ്കാര കർമ്മം അവർ നിർവഹിച്ച് പോയതായിട്ട് കാണുന്നു. ഇനി അടുത്ത നമ്മൾ അടുത്ത ബൈബിളിൽ അത് കാണുന്നത് അടുത്ത ഈ അധ്യായത്തിൽ തന്നെ ഇസ്മായിലിൻ്റെ സന്തതികളെ പറ്റി കാണുന്നു. ഇസ്മായിലിൻ്റെ സന്തതികളെന്ന് പറയുമ്പോൾ നമ്മൾ 17-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. 18, 20 വാക്യങ്ങളിൽ ആയിട്ട് കാണുന്നുണ്ട്. 17-ാം അധ്യായത്തിൽ നമ്മളത് പറഞ്ഞതാണ്. എന്താണ് പറയുന്നത്? അബ്രഹാത്തിനോട് വീണ്ടും കർത്താവ് വളരെ കാലമായിട്ട് ഇങ്ങനെ പറയുന്നു, വാഗ്ദത്ത സന്തതിയെ പറ്റി പറയുന്ന എനിക്കൊരു മകൻ ഉണ്ടാകുന്നു. അപ്പോൾ അബ്രഹാം ഇത് പറഞ്ഞ് എന്തിനാ ദൈവത്തോട് എങ്ങനെ മറുത്ത് പറയുന്നത്? അവിടുന്ന് അതുകൊണ്ട് മറുത്ത് പറഞ്ഞില്ല. മനസ്സിൽ വിചാരിച്ച് ഇനി എനിക്ക് എവിടുന്ന് മക്കളുണ്ടാകുന്നതെന്ന്. അപ്പം പക്ഷേ ദൈവമാണ് അതിൻ്റെ ശക്തി എന്നുള്ളത് മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് ചിന്തിക്കുന്നില്ല. അബ്രഹാം പറഞ്ഞ് സാറായും ചിന്തിക്കുന്നില്ല. അബ്രഹാം പറഞ്ഞ എന്താ? അല്ല, ഇത് 17 പറയുന്നു. അപ്പോൾ 18-ാം വാക്യത്തിൽ പറയുന്നു, അബ്രഹാം ദൈവത്തോട് പറഞ്ഞു, ഇസ്മായേൽ അങ്ങയുടെ തിരുമുൻപിൽ ജീവിച്ചിരുന്നാൽ മതി. ഇസ്മായേൽ ഉണ്ടല്ലോ. അപ്പോൾ ഇനി എനിക്കൊരു സന്തതിയെപ്പറ്റി ഞാൻ ചിന്തിക്കുന്നില്ല. ഇസ്മായേൽ അവിടുത്തെ തിരുമുൻപിൽ ജീവിച്ചിരുന്നാൽ മതി. അപ്പോൾ കർത്താവ് പറയുന്നത്, നീ അവനെ നിനക്ക് അടുത്ത തവണ ഞാൻ വരുമ്പോൾ നിനക്ക് ഒരു മകനുണ്ടായിരിക്കും. അതിവിടെ അവസാന 21-ാം ഇതിൽ പറയുന്നു, വാക്യത്തിൽ പറയുന്നുണ്ട് 17-ാം അധ്യായത്തിൽ, എന്നാൽ സാറായിൽ നിന്ന് അടുത്ത വർഷം ഈ സമയത്ത് നിനക്ക് ജനിക്കാൻ പോകുന്ന ഇസാക്കുമായിട്ടാണ് എൻ്റെ ഉടമ്പടി സ്ഥാപിക്കുക. അതിൽ 18-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ഞാൻ അടുത്ത തവണ വരുമ്പോൾ നിനക്ക് സാറായിക്കൊരു കുഞ്ഞ് ഉണ്ടായിരിക്കും എന്ന്. അപ്പോൾ അത് എന്തുകൊണ്ട് നേരത്തെ ചെയ്തില്ല, നേരത്തെ ഉണ്ടാകുന്നില്ല എന്ന് പറഞ്ഞാൽ കർത്താവിന് എല്ലാത്തിനും ഒരു തക്ക സമയമുണ്ട്. അല്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ഒരു കർത്താവ് നിശ്ചയിച്ച ഒരു നിശ്ചിത സമയമുണ്ട് കർത്താവിന്, ആ തക്ക സമയത്ത്. അല്ലെങ്കിൽ ബൈബിളിൽ പറയുന്ന തികവിൽ എന്ന് പറയുന്നു. അപ്പോൾ ആ സമയത്ത് അത് കർത്താവാണ് തീരുമാനിക്കുന്നത്. നമ്മൾ വെപ്രാളം പിടിച്ചുകൊണ്ട് കാര്യമില്ല. ഇവിടെ അവരെല്ലാം വെപ്രാളം പിടിച്ചിരുന്നു, ഇനി ഒന്നും നടക്കത്തില്ല കർത്താവ് ഇങ്ങനെ പറയുന്നു. അപ്പോൾ ഇനി എന്നുള്ളതാണ് ഇവിടെ അബ്രഹാമും സാറായും എല്ലാവരും വിചാരിച്ചിരുന്നത്. പക്ഷേ ആ സമയത്ത് ഇവിടെ കർത്താവ് തീർത്ത് പറയുന്നു, ഇസ്മായിലിനെ ഉണ്ടായിരുന്നാൽ മതി എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ 20-ാം വാക്യത്തിൽ പറയുന്നു, ഇസ്മായിലിന് വേണ്ടിയുള്ള നിൻ്റെ പ്രാർത്ഥനയും ഞാൻ ചെവിക്കൊണ്ടിരിക്കുന്നു. ഞാൻ അവനെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഞാൻ അവനെ സന്താനപുഷ്ടിയുള്ളവനാക്കി അവൻ്റെ സന്തതികളെ വർദ്ധിപ്പിക്കും. അവൻ 12 രാജാക്കന്മാർക്ക് പിതാവായിരിക്കും. അവനിൽ നിന്ന് ഞാൻ ഒരു വലിയ ജനതയെ പുറപ്പെടുവിക്കും. അപ്പോൾ ഈ കാരണം എന്താണ്? ഇസ്മായിലെ അകറ്റി ദൈവം തന്നെ പറഞ്ഞു. ശരി, അകറ്റിയരെ സാറായി പറഞ്ഞപ്പോൾ പറഞ്ഞു. സാറായുടെ അപ്പോഴേ എന്തുകൊണ്ടാണ് പറഞ്ഞത്? അവർ രണ്ടുപേരും 2 വിധത്തിലാണ് ദൈവം അവരെ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ അബ്രഹാത്തിൻ്റെ സന്തതി ആയതുകൊണ്ട് തന്നെ, അതായത് വാഗ്ദാനപ്രകാരം ഉള്ളതല്ല, ദൈവ ഇഷ്ടപ്രകാരം ഉള്ളതല്ല ഇസ്മായേൽ. എന്നാൽ തന്നെയും അബ്രഹാത്തിനോടുള്ള തൻ്റെ പ്രിയപ്പെട്ട ബന്ധു, സ്നേഹിതൻ എന്നൊക്കെ ഉള്ള രീതിയിൽ ദൈവം കണ്ടിരിക്കുന്ന അബ്രഹാം പ്രാർത്ഥിച്ചു. അബ്രഹാത്തിൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു. അങ്ങനെയുള്ള ആളായതുകൊണ്ട് ആ പ്രാർത്ഥന കേട്ട് അതിന് മറുപടി കൊടുക്കുകയാണ്. അപ്പോൾ ആ പ്രാർത്ഥന തള്ളിക്കളഞ്ഞില്ല, അവനെയും വലിയ ഒരു ജനതയാക്കുകയാണ് അവിടെ ചെയ്യുന്നത്. 12 രാജാക്കന്മാരുണ്ടാകണമെങ്കിൽ 12 വംശങ്ങൾ ഉണ്ടാകണം. അപ്പോൾ ഈ 12 വംശങ്ങളിൽ നിന്ന് ആണ് 12 രാജാക്കന്മാരുണ്ടാകുന്നത്. അപ്പോൾ ഇസ്മായിലിനെ വളരെ വലിയൊരു ജനതയാക്കി. ഇനി ജനത എവിടെയാണ്? അത് മരുഭൂമിയിലെ വാസികളുടെ വാസം ചെയ്യുന്ന ജനതകളുടെ പിതാവായിട്ടാണ് ഇസ്മായിലിനെ കാണുന്നത്. അങ്ങനെ 12 ഗോത്രങ്ങൾ, 12 വംശങ്ങൾ, അതിൽ 12 രാജാക്കന്മാർ. അപ്പോൾ അവിടെ നമ്മൾ ഇസ്മായിലിനെ നമ്മൾ കാണുമ്പോൾ ഇസ്മായിലിനെ ഇത് വലിയ ഒരു ജനതയാക്കി മാറ്റി. എന്നിട്ട് പറയുന്നുണ്ട്, ഇസ്മായിലല്ല, ഇസ്ഹാക്കാണ് നിൻ്റെ വാഗ്ദത്ത സന്തതി, അത് ഉണ്ടായിരിക്കുക തന്നെ ചെയ്യും.
അപ്പോൾ അത് പൂർണ്ണമായിട്ടും ദൈവത്തിൻ്റെ ഇഷ്ടം അവിടെ നിറവേറണം. അപ്പോൾ നമ്മൾ പ്രാർത്ഥന, അബ്രഹാത്തിൻ്റെ പ്രാർത്ഥന 17 അധ്യായം 18, 20 വരെയുള്ള വാക്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. ഇനി 25-ാം അധ്യായത്തിലെ അടുത്ത് പറയുന്നത് ഇസ്മായിലിൻ്റെ സന്തതികളെപ്പറ്റി പറഞ്ഞു. അടുത്തത് ഏശാവിനെയും യാക്കോബിനെയും പറ്റി പറയുന്നു. ആ ഏശാവും യാക്കോബും എന്നും പറയുന്നത് ഇസ്ഹാക്കിൻ്റെ മക്കളാണ്. ഇസ്ഹാക്കിൻ്റെ മക്കൾ പുത്രനായ ഇസ്ഹാക്കിൻ്റെ വംശാവലിയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇസ്ഹാക്കിന് 40 വയസ്സുള്ളപ്പോഴാണ് അവൻ റെബേക്കായെ ഭാര്യയായിട്ട് സ്വീകരിച്ചത്. അപ്പോൾ ഈ അബ്രഹാമിനെ പോലെ തന്നെ, പിതാവിനെ പോലെ തന്നെ മകനും സംഭവിച്ചു. 21 വർഷക്കാലം അവർക്ക് മക്കളില്ലായിരുന്നു, വന്ധ്യയായിരുന്നു. അപ്പോൾ പക്ഷേ എന്താണ് ചെയ്തത്? അവർ ചെയ്തത് കർത്താവിനോട് ചോദിച്ചു എന്താണ് ചെയ്യേണ്ടതെന്ന്. കർത്താവിനോട് അവർ പ്രാർത്ഥിച്ചു, രണ്ടുപേരും പ്രാർത്ഥിച്ചു. ഇസ്ഹാക്ക് മാത്രമല്ല, ഈ റെബേക്കായും പ്രാർത്ഥിച്ചു മക്കൾക്ക് വേണ്ടി. അവരുടെ ഇസ്ഹാക്ക് തൻ്റെ വന്ധ്യയായ ഭാര്യയ്ക്ക് വേണ്ടി 21-ാം വാക്യത്തിൽ കർത്താവിനോട് പ്രാർത്ഥിച്ചു. കർത്താവിൻ്റെ പ്രാർത്ഥന കേൾക്കുകയും റെബേക്ക ഗർഭിണിയാവുകയും ചെയ്തു. അവളുടെ ഉദരത്തിൽ കിടന്ന് കുഞ്ഞുങ്ങൾ മല്ലിട്ടപ്പോൾ അവൾ കർത്താവിനോട് ചോദിച്ചു, ഇങ്ങനെയാണെങ്കിൽ എനിക്കെന്ത് സംഭവിക്കും? അവൾ കർത്താവിൻ്റെ തിരുമനസ്സറിയാൻ പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മൾ മറക്കുന്ന ഇതാണ്, നമ്മൾ ഏതൊരു കാര്യത്തിനും നമ്മൾക്ക് പ്രതിബന്ധങ്ങൾ ഉണ്ടാകുമ്പോൾ, ആകാംക്ഷയും ആകുലതയും ഉണ്ടാകുമ്പോൾ, ആശങ്കയുണ്ടാകുമ്പോൾ കർത്താവിൻ്റെ ഇഷ്ടം എന്തായിരിക്കുമെന്ന് നമ്മൾ ചോദിക്കാറുണ്ടോ? ചോദിക്കത്തില്ല ഒരിക്കലും. ഇപ്പം എനിക്കായാലും ഞാനായാലും ചിന്തിക്കും, അത് എന്തുമാത്രം ചോദിക്കാനാണ് എന്നുള്ളത് അങ്ങ് ചിന്തിച്ചു പോകും. പക്ഷേ വാസ്തവത്തിൽ നമ്മൾക്ക് പറ്റുന്ന തെറ്റ് അവിടാണ്. കാരണം ഇവരെ തമ്മിൽ വേറെ കൂട്ടി യോജിപ്പിച്ചതാരാ? കർത്താവാണ്, ദൈവമാണ്. കർത്താവ് പറഞ്ഞതാണ് അവിടെ പോയി റെബേക്കായെ അവിടെ സ്വീകരിക്കുന്നതിന്. അവിടെ പോയി റെബേക്കായെ കണ്ടു, ഇത് അബ്രഹാത്തിൻ്റെ ഭൃത്യൻ പോയി കണ്ടുമുട്ടി അവരുമായിട്ട് സ്വീകരിച്ച് ഭാര്യയായിട്ട് ഇവിടെ കൊണ്ടുവന്നത്. അപ്പോൾ ദൈവം ഇടപെട്ട് ഒന്നിപ്പിച്ച് ദൈവം അതിൻ്റെ ആ പദ്ധതികളെല്ലാം ഇതെല്ലാം ആസൂത്രണം ചെയ്ത ഒരു കുടുംബമാക്കി അടുത്ത അവകാശിയാക്കി ദൈവത്തിൻ്റെ വാഗ്ദാനം നിറവേറ്റേണ്ടുന്ന അവകാശിയും കൂടെ ആയപ്പോൾ എന്ത് ചെയ്യണം? കർത്താവിന് അതിലൊരു പദ്ധതിയുണ്ട്, നമ്മളെപ്പറ്റിയുള്ളൊരു വിചാരം കർത്താവിനുണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവ് ഉണ്ടാകണം. ആർക്കുണ്ടായി? ഇവിടെ പറയുന്നത് റെബേക്കായ്ക്കുണ്ടായി. അതുകൊണ്ടാണ് റെബേക്ക ചോദിച്ചത്, ഇത് എന്ത് സംഭവിക്കും? കാരണം 2 കുട്ടികളാണുള്ളത്. 2 കുഞ്ഞുങ്ങളും അവൾ വയറ്റിൽ കിടന്ന് മല്ലിടുന്നത് പോലെയാണ് അവൾക്ക് അനുഭവപ്പെട്ടത്. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ എൻ്റെ സ്ഥിതി എന്തായിരിക്കും എന്നുള്ളത് ചോദിച്ചു. അപ്പം നമ്മൾ സാധാരണ ചെയ്യുന്നത് അങ്ങനെയല്ല. നമ്മുടെ ബുദ്ധിക്കും നമ്മുടെ വൈഭവത്തിനും അനുസരിച്ച് നമ്മുടെ യുക്തി ചിന്ത അങ്ങനെ അങ്ങ് പോകും. ആ യുക്തിയാണ് നമ്മൾ പ്രയോഗിക്കുന്നത്. പക്ഷേ നമ്മൾ ചെയ്യരുതാത്തതും അതാണ്. ഇവിടെ റെബേക്ക ചെയ്തത് അത് ശരിയായിട്ടുള്ള കാര്യം ചെയ്ത് ദൈവത്തോടാണ്. കാരണം ദൈവമാണ് യോജിച്ചത്. അപ്പോൾ ദൈവത്തിന് യോജിപ്പിച്ച്, ദൈവത്തിന് അതിന് പദ്ധതിയുണ്ട്. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ച് കിട്ടുന്ന മക്കളെ പറ്റി ദൈവത്തിന് പദ്ധതിയുണ്ട്. ആ മക്കൾ എന്തായിരിക്കും ദൈവത്തോടാണ് ചോദിക്കുന്നത്. അപ്പം ചോദിച്ചപ്പോൾ എന്താണ് പറഞ്ഞത്? 2 വംശങ്ങളാണ് നിൻ്റെ ഉദരത്തിലുള്ളത്. അപ്പോൾ അതിന് ഉത്തരം ദൈവം ഉടനെ കൊടുത്തു. എൻ്റെ ആകപ്പാടെ ഭയന്നു പോയി, എന്തൊക്കെ സംഭവിക്കുമെന്ന്. ഒരു പക്ഷേ മരണം സംഭവിക്കാം, പ്രസവത്തോടുകൂടി കുഞ്ഞിനോ അമ്മയ്ക്കോ ആർക്കൊക്കെ കുഞ്ഞുങ്ങൾക്കൊക്കെ സംഭവിക്കാം. അപ്പോൾ 2 വംശങ്ങൾ ഉണ്ട്. നിന്നിൽ നിന്ന് പിറക്കുന്നവർ 2 ജനതകളായി പിരിയും, ഒന്ന് മറ്റേതിനേക്കാൾ ശക്തമായിരിക്കും, മൂത്തവൻ ഇളയവന് ദാസ്യവൃത്തി ചെയ്യും. കർത്താവിൻ്റെ പദ്ധതി ഇതാണ്. അപ്പോൾ കർത്താവ് ഇതൊക്കെ തന്നപ്പോൾ, കർത്താവിന് ഇതൊരു ഇങ്ങനെ ഈ 21 വർഷം കഴിഞ്ഞ് കൊടുത്തപ്പോൾ കർത്താവിൻ്റെ പദ്ധതിയാണ്. കർത്താവ് അവിടെ തന്നെ
നമ്മൾ ഈ ബൈബിളിൽ ഉടനീളം കാണാം. അപ്പോൾ അതിന് പദ്ധതിയുണ്ട്. ആ പദ്ധതിയായിട്ട് നമ്മൾ പൊരുത്തപ്പെട്ട് പോകണം. അത് ദൈവത്തോട് ചോദിച്ച് അതിനനുസരിച്ച് അനുകൂലമായിട്ട് നമ്മൾ പെരുമാറണം. കർത്താവ് ഇവിടെ അവരെ ഈ 2 കുഞ്ഞുങ്ങളെ കൊടുക്കുമ്പോൾ പറയുന്നുണ്ട്, മൂത്തവൻ അനിയന്, ഇളയവന് ദാസ്യവേല ചെയ്യണം. അപ്പോൾ കർത്താവിൻ്റെ പദ്ധതി നോക്കിക്കോണേ, നമ്മുടെ ഇഷ്ടമല്ല. അപ്പോൾ അവരുടെ പാരമ്പര്യവും ഒക്കെ അനുസരിച്ച് മൂത്തവനാണ് അവകാശികളും, എല്ലാവരും അവകാശിയാകുന്നതും എല്ലാത്തിനും, സ്വത്തിനും എല്ലാം പാരമ്പര്യ ക്രമം അനുസരിച്ചും അവനാണ് കുടുംബത്തിൻ്റെ ഇത് ചെയ്യുന്നത്. ഇനി മൂത്തവൻ എന്തുവാണ് കിട്ടുന്നത്? ഓഹരി എന്ന് പറയുമ്പോൾ മറ്റുള്ള മക്കൾക്കൊക്കെ കൊടുക്കുന്നതിൻ്റെ 3 മടങ്ങാണ്, 3 ഇരട്ടി സ്വത്തുക്കളാണ് കൊടുക്കുന്നത്, കുടുംബവുമാണ്. അപ്പോൾ അതനുസരിച്ചാണ് പാരമ്പര്യം. അപ്പോൾ അതനുസരിച്ചല്ല ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് അങ്ങനല്ല. ഇന്ന് ഇവിടെ ദൈവം ഇവിടെ പറയുകയാണ് ആരോടാ? റബേക്കായുടെ. കാരണം മൂത്തവൻ മാറി നിൽക്കേണ്ടി വരുന്നു ചരിത്രത്തിൽ നിന്ന്. ഇനി അറിയാൻ പോകുന്നത് ഇളയവനായ യാക്കോബിൽ നിന്നാണ്. ഇനിയും ഈ ജനതകൾ അറിയാൻ പോകുന്ന, അടുത്ത ജനതകൾ അബ്രാഹമായി, ഇസഹാക്കായി, അടുത്ത പിതാവ്, ജനതകളുടെ പിതാവായിട്ട് യാക്കോബ് വരുന്നു. ദൈവം യാക്കോബിനെയാണ് തിരഞ്ഞെടുത്തത്. ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പൊക്കെ അങ്ങനെയാണ്. മനുഷ്യൻ്റെ ബുദ്ധിക്കും യുക്തിക്കും അവൻ്റെ വിചാരത്തിനും അനുസരിച്ചല്ല. ദൈവത്തിൻ്റെ വിചാരവും ഒക്കെ മനുഷ്യനെ പോലല്ല. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് നോക്കിക്കേ. നമ്മൾ കാണാം, അബ്രാഹത്തിനെ വിളിച്ച് തിരഞ്ഞെടുത്ത്. എന്താ, വേറെ ആരെയും കിട്ടാഞ്ഞിട്ടാണോ? അബ്രാഹത്തിനെ കൊണ്ട് ദൈവത്തിന് ഒരു അറിവുണ്ടായിരുന്നു. അതായത് അബ്രഹാം ഒരിക്കലും ദൈവത്തെ തെറ്റിദ്ധരിച്ചിട്ടില്ല, ദൈവത്തോട് ഇഷ്ടക്കേട് കാണിച്ചിട്ടില്ല, അനുസരണക്കേട് കാണിച്ചിട്ടില്ല, ഒന്നുമില്ല. ദൈവം പറയുന്നത് അക്ഷരം പ്രതി അങ്ങ് അനുസരിക്കുക. ഇവിടെ മോശയെ അടുത്ത പുസ്തകത്തിൽ നമ്മൾ പുറപ്പാട് പുസ്തകത്തിൽ പഠിക്കുമ്പോൾ മോശയെപ്പറ്റി ഇതാണ് കാണുന്നത്. എന്തുകൊണ്ട് മോശയെ തിരഞ്ഞെടുത്തു? വേറെ എത്രയോ ഇബ്രായ സ്ത്രീകൾ പ്രസവിച്ചു. മോശ ഉണ്ടായിരുന്നു ഈജിപ്തിൽ. മോശയെ അല്ലാതെ മറ്റു കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്തുകൊണ്ട് മോശയെ തിരഞ്ഞെടുത്തു? മോശയാണെങ്കിൽ നോക്കുമ്പോൾ 40 വർഷക്കാലം ഈജിപ്തിലെ കൊട്ടാരത്തിൽ ജീവിച്ച ഫറവോയുടെ കൊട്ടാരത്തിൽ രാജകുമാരനായിട്ട് ജീവിച്ചു. സകല വിദ്യകളും അഭ്യസിച്ചു, സകല ആയുധ വിദ്യകളും അഭ്യസിച്ചു, അറിവും ജ്ഞാനവും എല്ലാം നേടി. പിന്നെ എന്നിട്ട് ആളാരായിരുന്നു? അതിനനുസരിച്ചുള്ള ക്ഷിപ്രകോപിയും കൂടെ ആയിരുന്നു. എന്നിട്ടും എന്താ മോശയെ തിരഞ്ഞെടുത്തത്? അതുപോലെയാണ് നമ്മൾ പുതിയ നിയമത്തിലോട്ട് വരുമ്പോൾ സ്നാപക യോഹന്നാനെ തിരഞ്ഞെടുത്തു. സ്നാപകനായ യോഹന്നാനെ തിരഞ്ഞെടുത്തത് എന്താ, അവർ എല്ലാം വന്ധ്യതയിലാണ് അവർക്ക് മക്കളുണ്ടാകുന്നത്. അതുപോലെയാണ് ഇവിടെ 21 വർഷം കാത്തിരുന്ന് ഇസാക്കിനും റബേക്കായ്ക്കും മക്കളുണ്ടായി. എന്തുകൊണ്ട് ഇതൊക്കെ നേരത്തെ കൊടുക്കുന്നില്ല? നേരത്തെ ആരെങ്കിലും ഇപ്പോൾ അബ്രാഹത്തിന് ഇസാക്കിനെ നേരത്തെ കൊടുത്തിരുന്നെങ്കിൽ എന്താകുമായിരുന്നു? അതാണ് നമ്മൾ മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് ഒരു പ്രത്യേക രീതിയിലാണ്. അല്ലെങ്കിൽ നമ്മൾ ആദ്യമേ ആയിരുന്നെങ്കിൽ, ഇത് എൻ്റെ കഴിവുകൊണ്ട് സാധാരണ എല്ലാവർക്കും സംഭവിക്കുന്നതാണ്, വിവാഹം കഴിഞ്ഞാൽ മക്കളുണ്ടാകും. അതുപോലെ എനിക്കും ഉണ്ടായി. ദൈവം തന്നു, ദൈവത്തിൻ്റെ വിളിയാണ്, ദൈവത്തിൻ്റെ ദാനമാണെന്ന് ആരെങ്കിലും പറയുമോ? പിന്നെ പറയാൻ പറ്റത്തില്ല. കാത്തിരുന്ന് ദൈവത്തോട് ചോദിച്ച് 25 വർഷമായപ്പോഴാണ് ദൈവം പറഞ്ഞ വാഗ്ദാനങ്ങളും എല്ലാം വിശ്വസിച്ചിരുന്നത്. അബ്രാഹത്തിന് 25 വർഷം കഴിഞ്ഞപ്പോഴാണ് കിട്ടുന്നത്. ഇവിടെയും അതുപോലെ തന്നെ നോക്കിയിരുന്നു, 21 വർഷമായപ്പോഴാണ് കിട്ടുന്നത്. അപ്പോൾ അതുപോലെ സ്നാപകനാൻ്റെ കാര്യവും വാർദ്ധക്യത്തിലെത്തിയ മൃതപ്രായമായ ശരീരത്തിൽ നിന്നാണ് സ്നാപകൻ ജനിച്ചത്. അപ്പോൾ ഇതുപോലെ ദൈവം ആദ്യം കിട്ടിയിരുന്നെങ്കിൽ അത് എൻ്റെ സ്വന്തമാണ്, എൻ്റെ ആണെന്ന് പറയും, അല്ലേ? നമ്മളെല്ലാവരും അങ്ങനെ പറയത്തുള്ളൂ. എല്ലാവരും ഇത് ദൈവത്തിൻ്റെ ആണെന്ന് പറയണമെങ്കിൽ, ദൈവശക്തിയുടെ ആണെന്ന് പറയണമെങ്കിൽ എന്ത് ചെയ്യണം? ദൈവത്തിന് ഇടപെട്ട്, തക്ക സമയത്ത് ദൈവം ഇടപെട്ട് തരുന്നതായിരിക്കണം. അപ്പോഴേ നമ്മളത് മനസ്സിലാക്കത്തുള്ളൂ. അപ്പോൾ ദൈവം ഇടപെട്ട് തരുന്നത് നമുക്ക് ഏതായാലും നിലനിൽക്കത്തുള്ളൂ, അത് നന്മയായിട്ട് ഭവിക്കത്തുള്ളൂ. നമ്മുടേതാകുമ്പോൾ നന്മയായിട്ട് ഭവിക്കാൻ പാടില്ല. അത് നമ്മളിനി ഇങ്ങോട്ട് വരുന്ന അധ്യായങ്ങളിലും പാഠങ്ങളിലും എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ദൈവശക്തിയാൽ ആണ് കുഞ്ഞുങ്ങൾ ജനിക്കുന്നത് എന്നുള്ളത് നമ്മുടെ പിൻതലമുറകൾ മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ ശക്തിയാണ്, ദൈവത്തിൻ്റെ ഇഷ്ടമാണ് എന്നുള്ളത്. അവിടെ ഞാൻ നേരത്തെയുള്ള വീഡിയോകളിലൊക്കെ പറഞ്ഞിരുന്നു, കുടുംബം എന്നുള്ള സംവിധാനം ദൈവമാണ് സംവിധാനം ചെയ്തത്. ഇവിടെ നമ്മൾ ഇസാക്കിനെ റബേക്ക തിരഞ്ഞെടുക്കുമ്പോഴും ഒക്കെ ഞാൻ അതാണ് പറയുന്നത്, ദൈവമാണ്
അത് സംവിധാനം ചെയ്യുന്നത്. അപ്പോൾ ദൈവമാണ് അതിന് വേണ്ടിയത് ചെയ്യേണ്ടത്. ഇവിടെ അവർ രണ്ടുപേരും പ്രാർത്ഥിച്ചത്, റെബേക്കായും പ്രാർത്ഥിച്ചതുമാണ് ദൈവത്തിനുമാണ് തിരഞ്ഞെടുക്കുന്നത്, ദൈവത്തിൻ്റെ പദ്ധതിയാണ്, ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പേ നടക്കത്തുള്ളൂ എന്നുള്ള പൂർണ്ണ ബോധ്യം അവർക്കുണ്ടായി. അതുകൊണ്ടാണ് ദൈവത്തോട് ചോദിച്ചത്. അതിൻ്റെ ഉടമസ്ഥൻ ആരാ? ദൈവമാണ്. മക്കളുടെ ഉടമസ്ഥൻ ദൈവമാണ്. അപ്പം നമ്മൾ മാതാപിതാക്കളാരാ? അവിടുത്തെ ദൈവത്തിൻ്റെ മക്കളുണ്ടായാലും. അപ്പോൾ അതുകൊണ്ട് ഞാനാണോ വലിയത് എന്നുള്ളതാണോ? ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിലും പരിപാലനയിലും ആ പരിപാലന കർമ്മത്തിലും ദൈവത്തിനുള്ള പങ്ക് നമ്മൾ അവകാശികളോ അധികാരിയാകുകയാണ് അതുവഴി. മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിലും പരിപാലന, അതെല്ലാം ആരുടെ ജോലിയാണ്? ദൈവത്തിൻ്റെ ജോലിയാണ്. ദൈവത്തിൻ്റെ അധികാരവും അവകാശവും ദൈവത്തിൻ്റെ ജോലിയുമാണത്. പരിപാലനവും സൃഷ്ടിയും പരിപാലനവും അത് പോഷിപ്പിച്ചു കൊണ്ടുവരികയെല്ലാം ചെയ്യുന്നത്. അപ്പോൾ അതിലുള്ള അധികാരമാണ് കുടുംബത്തിലെ ഭാര്യയ്ക്കും ഭർത്താവിനും ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മളെല്ലാവരും മനസ്സിലായിരിക്കണം, നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ. അപ്പോൾ ആ സൃഷ്ടി പരിപാലന കർമ്മങ്ങളിലെ ദൈവത്തോടൊപ്പമുള്ള സഹപങ്കാളികളാണ്. അപ്പോൾ നമ്മൾ എന്തുമാത്രം ഉയർന്ന തരത്തിലാണ് ദൈവം നമ്മളെ കണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ പക്ഷേ അതിനൊന്നും വില കൊടുക്കുന്നില്ല. അതൊക്കെ സാധാരണ രീതിയിൽ അങ്ങ് പോകുന്നു എന്നുള്ളതാണ് നമ്മളൊക്കെ ചെയ്തിരിക്കുന്നത്. അത് ദൈവത്തോടാണ്. അപ്പോൾ അതുകൊണ്ട് കാര്യങ്ങളൊക്കെ നമ്മൾ ആരാഞ്ഞ് തിരിച്ചറിയേണ്ടുന്നത്. അപ്പോൾ ദൈവമാണ് പദ്ധതികളുടെ ആസൂത്രകൻ. അപ്പം നമ്മൾ മാതാപിതാക്കളാരാ? പിന്നെ സഹായികളാണ്. അതിൻ്റെ ദൈവത്തിൻ്റെ സഹായികളാണ് ഈ കർമ്മങ്ങളിലൊക്കെ ഉള്ളത്. അപ്പോൾ ഇനി അടുത്ത് കാണുന്നത് അവർ കർത്താവ് അവളുടെ 2 വംശങ്ങളാണെന്ന് പറഞ്ഞു. മാസം തികഞ്ഞപ്പോൾ അവളുടെ ഉദരത്തിൽ 2 ശിശുക്കൾ ആദ്യം പുറത്തു വന്നവൻ ചെമന്നിരുന്ന അവൻ്റെ ദേഹം മുഴുവൻ രോമക്കുപ്പായം ഇട്ടതുപോലെയായിരുന്നു. അവർ അവനെ ഏസാവെന്ന് പേരിട്ടു. ഏസാവെന്ന് പറയുമ്പോൾ രോമാവൃതൻ എന്നാണ്. അവൻ യാക്കോബിനോട് പറഞ്ഞു, നീ ചുമന്ന ഇനി അതിന് വേറെ ഒന്നുകൊണ്ട്, ചുവപ്പ് നിറമുള്ളവനാണ്, ചുവന്ന പായസം എനിക്ക് തരിക, ഞാൻ വളരെ ക്ഷീണിച്ചിരിക്കുന്നു. അതിനാൽ അവന് ഏദോം എന്നും പേരുണ്ടായി. ആർക്കാ? ഏസാവിന്, മൂത്തവന്, ആദ്യം ജനിച്ചവന്. അപ്പോൾ ഏദോം എന്നും കൂടെ പേരുണ്ടായി. എന്താ? ചുമന്ന്. അപ്പോൾ ഹീബ്രു ഭാഷയിൽ, അന്നത്തെ ഭാഷയിൽ ഏദോം എന്ന് പറഞ്ഞാൽ ചുമപ്പെന്നും അർത്ഥമുണ്ട്, ചുമന്നത്. അപ്പോൾ രോമാവൃതൻ എന്നും അർത്ഥമുണ്ട്. ഏസാവ് എന്നാൽ രോമാവൃതൻ എന്നും അർത്ഥമുണ്ട്. രോമം പൊതിഞ്ഞവനായിരുന്നു. അപ്പോൾ അവളുടെ അങ്ങനെ ഇളയവന് ദാസ്യവൃത്തി ചെയ്യും. രോമക്കുപ്പായം ഇട്ടതുപോലെ ആയിരുന്നു അവൻ്റെ വരവ്. അവർ അവനെ ഏസാവ് എന്ന് പേരിട്ടു. അതിനുശേഷം അവൻ്റെ സഹോദരൻ പുറത്തു വന്നു. ഏസാവിൻ്റെ കുതികാലിൽ അവൻ പിടിച്ചിരുന്നു. സഹോദരൻ പറഞ്ഞ യാക്കോബ്. അപ്പോൾ ഇളയവൻ അവനെ യാക്കോബ് എന്ന് വിളിച്ചു. യാക്കോബ് എന്ന പേരിൻ്റെ അർത്ഥം സ്ഥാനം കൈക്കലാക്കുന്നവൻ എന്നാണ് ആ ഭാഷയിൽ. ഇനി സ്ഥാനം കൈക്കലാക്കുന്നവനെന്നുണ്ട്, ക്ഷമയില്ലാത്തവനെന്നുണ്ട്, പിന്നെ സ്ഥാനമോഹി, കുശാഗ്ര ബുദ്ധിശാലി എന്നൊക്കെയാണ്, കൗശല ബുദ്ധി പ്രയോഗിക്കുന്നവൻ എന്നൊക്കെയാണ്. അപ്പോൾ ഈ യാക്കോബിൻ്റെ പിന്നീട് ഇങ്ങോട്ടുള്ള ജീവിതത്തിലെല്ലാം പ്രവൃത്തികളിലെല്ലാം നമ്മളത് കാണാം. അവസാനം വരെ ഉണ്ടായിരുന്നു. അവസാന കാലത്താണ് അത് ആ ബുദ്ധികളൊക്കെ വിട്ടത്. അവസാന കാലത്താണ്. ഇസ്ഹാക്കിന് പുറത്തു വന്ന് ഏസാവിൻ്റെ കുതികാലിൽ അവൻ പിടിച്ചിരുന്നു. അപ്പോൾ എന്താ? ആദ്യം സ്ഥാനം കൈക്കലാക്കുന്നവൻ, ആദ്യം എനിക്ക് മുമ്പേ പോകണം, നീ അവിടെ കിടക്ക് എന്നുള്ള, ഞാനാണ് വലിയവനാകേണ്ടുന്നത് എന്നുള്ള ഒരു ചിന്ത യാക്കോബിൽ അവസാനം വരെ ഉണ്ടായിരുന്നു. കൗശലക്കാരനായിരുന്നു, കണ്ണിങ് ആയിരുന്നു, ക്രൂക്കട്ട്നെസ് എപ്പോഴും ഉണ്ടായിരുന്നു എന്ന് നമുക്ക് അവസാനം വരെയും നമ്മൾക്ക് കാണാൻ കഴിയും. എല്ലാ പ്രവൃത്തികളിലും അങ്ങനെ തന്നെയായിരുന്നു. അവനെ യാക്കോബ് എന്ന് വിളിച്ചു. ഇസഹാക്കിന് 60 വയസ്സായപ്പോഴാണ് അവരെ പ്രസവിച്ചത്. പ്രിയപ്പെട്ടവരെ,
കൂടുതൽ സമയമെടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. 30 മിനിറ്റിൽ അങ്ങ് തീർക്കണമെന്നുള്ളതാണ്. കാരണം കാണുന്നവർ മുഴുവനായിട്ട് കാണണം. അതുകൊണ്ട് ഇത് മറ്റുള്ളവർക്കെല്ലാം അയച്ചു കൊടുക്കണം, ഷെയർ ചെയ്യണം, നിങ്ങൾ മുഴുവനായിട്ട് കാണുകയും ചെയ്യണം. അല്ല, യൂട്യൂബിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ ചാനൽ അറിയാമല്ലോ, ദി റിയൽ വേ ഒഫീഷ്യൽ ബൈബിൾ സ്റ്റഡി തോമസ് മീനത്തേതിൽ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ഇത് കാണും. ഇത് ഉൽപ്പത്തി 25-ാം അധ്യായമാണ്. അതിൽ ഇത് മറ്റുള്ളവർക്കെല്ലാം അയച്ചു കൊടുക്കണം. എല്ലാവരും പഠിക്കട്ടെ. ദൈവവചനമാണ്. നമ്മൾക്ക് ഒരാൾക്ക് 1-2 പേർക്ക് വേണ്ടിയുള്ളതല്ല. നിങ്ങൾ മുഴുവനും കേട്ടില്ലെങ്കിലും മറ്റുള്ളവർ കേൾക്കുന്നവർക്ക് അയച്ചു കൊടുക്കുക. ഇത് നിങ്ങൾക്ക് കേട്ടില്ലെങ്കിൽ നിങ്ങൾക്കും വലിയ നഷ്ടമായിരിക്കും. കാരണം ഒരുപാട് കാര്യങ്ങൾ ഇതിനെപ്പറ്റി ഞാൻ വളരെ വിശദമായിട്ട് തന്നെ പറഞ്ഞു. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ദൈവനാമത്തിന്